കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വോട്ടർ പട്ടികയിലെ ക്രമക്കേടിനെ കുറിച്ചാണ് നമ്മൾ നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ്, പഞ്ചായത്ത്, ലോക്കൽ ബോഡി ഇലക്ഷനൊക്കെ വരാനിരിക്കുന്ന സാഹചര്യത്തിൽ വോട്ടർ പട്ടിക പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ മാസം 20 ഇന്നും കൂടെയേ ഉള്ളൂ അതിൻ്റെ കാലാവധി വരുന്നത്. വോട്ടർ പട്ടിക പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇനി അത് നീട്ടിവെക്കുമോ എന്നറിയില്ല. നിലവിൽ ഓഗസ്റ്റ് 20 വരെയാണ് വോട്ടർ പട്ടികയിൽ പുതിയ പേര് ചേർക്കുന്നതും നിലവിലുള്ള വോട്ടർ പട്ടികയിൽ ഏതെങ്കിലും തരത്തിലുള്ള പരിഷ്കരണങ്ങളൊക്കെ നിഷ്കർഷിച്ചിട്ടുള്ളത് ഓഗസ്റ്റ് 20 വരെയാണ്. അപ്പോൾ അതിൽ വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ തൃശ്ശൂരിൽ നിന്ന് ഏത് രീതിയിലാണ് ക്രമക്കേടുകൾ ആരോപിക്കപ്പെട്ടത് എന്ന് നമ്മൾ കണ്ടതാണ്. ദേശീയ തലത്തിൽ പോയാൽ വിവിധ സംസ്ഥാനങ്ങളിലെ വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ഇപ്പോഴും സജീവമായി ചർച്ചയിലുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്തയാണ് പത്തനംതിട്ടയിൽ നിന്ന് വരുന്നത്. പത്തനംതിട്ട തണ്ണിത്തോട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് അട്ടിമറിക്കാൻ വ്യാജ പരാതി നൽകി. വ്യാജ പരാതി എന്താണെന്ന് വെച്ചാൽ സ്ഥിരം വോട്ടർമാരല്ല എന്ന് കാണിച്ച് പഞ്ചായത്തിൽ പരസ്പരം ലോക്കൽ ബോഡി ഇലക്ഷനിൽ എന്താണ് നടക്കുന്നത് എന്ന് നമുക്കറിയാം. വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് അതത് പാർട്ടികൾക്ക് സ്വാധീന മേഖലകളിൽ വോട്ടറിൽ ലിസ്റ്റിൽ നിന്ന് തള്ളാനുള്ള പേര് വെട്ടിമാറ്റാനുള്ള പേരുകൾ ഓപ്പോസിറ്റ് പാർട്ടികൾ പഞ്ചായത്തിൽ ചെന്ന് പരാതി കൊടുത്തിട്ടാണ് അങ്ങനെ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യാറുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വളരെ സജീവമായി വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് ഇപ്പോൾ ഇതാ പത്തനംതിട്ട തണ്ണിത്തോട്ടിൽ 130ഓളം വ്യാജ പരാതികൾ, അതായത് സ്ഥിര താമസക്കാരായി വോട്ട് സ്ഥിരമായി ചെയ്യുന്ന ആളുകളെ ആ വോട്ടർ പട്ടികയിൽ നിന്ന് വോട്ടർ ലിസ്റ്റിൽ നിന്ന് നീക്കാനായി 130ഓളം വ്യാജ പരാതികളാണ് അവിടെ ലഭിച്ചിട്ടുള്ളത്. സുജു ടി ബാബു ഉണ്ട് വിശദാംശങ്ങളുമായി. സുജു ടി ബാബുവിലേക്ക് എത്തുന്നതിന് മുൻപേ ഈ പരാതി നൽകിയ കോൺഗ്രസ് നേതാവ് VC ചന്ദ്രമോഹൻ എന്നാണ് ആ കോൺഗ്രസ് നേതാവിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ഒരു ഓഡിയോ സംഭാഷണം കൈരളി ന്യൂസിനോട് എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമാക്കുന്ന ഒരു ഓഡിയോ സംഭാഷണം നമ്മളുടെ കൈവശമുണ്ട്. ഞാൻ അത് കേൾപ്പിച്ച ശേഷം സുജു ടി ബാബുവിലേക്ക് വിശദാംശങ്ങൾക്കായി എത്താം. ആണോ? അതെ അതെ ചേട്ടാ, ഞാൻ എൻ്റെ പേര് സുജു എന്നാണ്. ഞാൻ കൈരളി ന്യൂസിന്റെ പത്തനംതിട്ട ബ്യൂറോ റിപ്പോർട്ടറാണേ. ഓക്കെ ചേട്ടാ, ഒരു പരാതി ഇങ്ങനെ ഒരാൾക്ക് ഈ പഞ്ചായത്തിൽ ആക്ഷേപം കൊടുത്ത് വോട്ടർ പട്ടിക നീക്കം ചെയ്ത് ചേട്ടൻ കൊടുത്തിരുന്നോ ചേട്ടാ? ഇല്ല ഇല്ല ഇല്ല. പക്ഷെ അവർക്ക് ഈ പല ആളുകൾക്കും ചേട്ടന്റെ പേരിലാണ് പരാതി ഇട്ടത്. ചേട്ടൻ കൊടുത്തതായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്. അത് പാർട്ടി ലെവലിൽ കൊടുത്തതായിരിക്കും കേട്ടോ. ഓ, ചേട്ടനല്ല കൊടുത്തിരിക്കുന്നത് അല്ലേ? ഇല്ല ഇല്ല ഇല്ല. ഓ, ചേട്ടൻ അപ്പൊ ഇങ്ങനെ ഒരു ആക്ഷേപം കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത് അല്ലേ? ഇല്ല ഇല്ല. ഓ, ചേട്ടൻ ഇപ്പൊ കോൺഗ്രസ് പാർട്ടി മെമ്പർ ആണോ? കോൺഗ്രസ് അതെ അതെ. ഇത് പാർട്ടിയിൽ ആരെങ്കിലും ആയിരിക്കും, കോൺഗ്രസ് ഏതെങ്കിലും നേതാക്കൾ കൊടുത്തതായിരിക്കാം അല്ലേ? ഓ, നമ്മൾ കൊടുത്തതല്ല അല്ലേ? ഇല്ല ഇല്ല ഇല്ല. അപ്പൊ ഇത് ആരെങ്കിലും ഇതിനെ പറ്റി വല്ല ചേട്ടനെ വിളിച്ച് പറയുകയോ ചോദിക്കുകയോ ഒക്കെ ചെയ്തിരുന്നോ? ഇല്ല ഇല്ല. എന്നെ മറ്റേ CPM-ന്റെ പ്രവീൺ എന്നെ വിളിച്ചിട്ടുണ്ടാവും. ഓ, വിളിച്ചു ചോദിച്ചിങ്ങനെ അല്ലേ? അല്ല, ഓ, ചേട്ടന്റെ അറിവോ സമ്മതമോ ഇല്ലാതാണ് ഇങ്ങനെ ഒരു പരാതി വ്യാജമായിട്ട് കൊടുത്തിരിക്കുന്നത് അല്ലേ? ഞാൻ ഒപ്പിട്ട് കൊടുത്തില്ല. ഒപ്പിട്ട് കൊടുത്തിട്ടല്ലേ? ഓ ഓ. ഇപ്പൊ ചില ആളുകൾക്ക് ഇങ്ങനെ നോട്ടീസ് ചെയ്യുന്ന അവര് നമുക്ക് ഇട്ട് തന്നു ഇങ്ങനെ ഇന്ന ആളുടെ പേരിലുള്ള, അതായത് ചന്ദ്രൻ VC, ചേട്ടൻ തന്നെ അല്ലേ ചന്ദ്രൻ VC, പുതുവേലിയിൽ അല്ലേ, തണ്ണിത്തോട് അല്ലേ? ഓ ഓ. എന്തായാലും ഈ കാര്യത്തിൽ ഒരു പരാതി കൊടുക്കാൻ തയ്യാറാവുമോ ചേട്ടൻ? ഇങ്ങനെ ചേട്ടനെതിരെ വ്യാജ പരാതി അല്ലേ, ചേട്ടന്റെ ഒപ്പിട്ടാരോ കൊടുത്തതല്ലേ? ഓ ഓ. ഇങ്ങനെ അറിഞ്ഞപ്പോ വിളിച്ചാണേ. ഞാൻ കൈരളി ന്യൂസ്. ഓ, താങ്ക് യു. ഇതാ സുജു ടി ബാബു തന്നെ ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം സുജുവിനോട് ചോദിച്ചേരാം. സുജു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനീഷ. വ്യാജ പരാതി ഏതായാലും പഞ്ചായത്തിൽ ലഭിച്ചിട്ടുണ്ട്. ഏകദേശം 130ഓളം ആളുകളുടെ വോട്ട് തള്ളണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അത്തരത്തിലുള്ള പരാതികൾ പഞ്ചായത്തിൽ ലഭിച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരുന്നുണ്ടല്ലേ? വിനീഷ്, ഇക്കാര്യത്തിൽ 130 ആളുകളുടെ, അതായത് സ്ഥലത്തുള്ള ആളുകൾക്ക് സ്ഥിരതാമസക്കാരല്ല എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് പരാതി ലഭിച്ചുവെന്നാണ് CPIM ആരോപിക്കുന്നത്. ആരോപണം അവിടെ നിൽക്കുമ്പോൾ തന്നെയാണ് നമ്മൾ ഇപ്പോൾ തെളിവ് സഹിതം പുറത്തുവിടും. ഇന്നലെ നമ്മൾ ഈ വാർത്ത പുറത്തു കൊണ്ടുവരുമ്പോൾ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു വോട്ടർ, അദ്ദേഹം 16 വർഷമായി തണ്ണിത്തോട് പഞ്ചായത്തിൽ താമസിക്കുന്ന ആളാണ്. അപ്പോൾ രാധാകൃഷ്ണന്റെ പ്രതികരണം നമ്മൾ ഇന്നലെ എടുത്തിരുന്നു. രാധാകൃഷ്ണൻ ആ സ്ഥലത്തെ വോട്ടർ അല്ല എന്നാണ് ഉള്ള ചൂണ്ടിക്കാട്ടി ആക്ഷേപം കൊടുക്കുകയും അതിനടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ രാധാകൃഷ്ണനെ ഹിയറിംഗിന് വിളിക്കുകയും ചെയ്തു. ആ ഹിയറിംഗിൻ്റെ നോട്ടീസ് പരിശോധിച്ചപ്പോഴാണ് ഇപ്പോൾ നമ്മൾ കേട്ട ശബ്ദ സന്ദേശത്തിലുള്ള ചന്ദ്രമോഹൻ എന്ന പറഞ്ഞ വ്യക്തിയാണ് പരാതി നൽകിയിട്ടാണ് ആ നോട്ടീസ് നൽകിയിരിക്കുന്നത്, VC ചന്ദ്രമോഹൻ. അതിനടിസ്ഥാനത്തിലാണ് നമ്മൾ ചന്ദ്രമോഹനെ ബന്ധപ്പെടുന്നത്. എന്നാൽ ചന്ദ്രമോഹൻ പറയുന്നത് താൻ അങ്ങനെ ഒരു പരാതി ഒപ്പിട്ട് നൽകുകയോ പരാതിയോ നൽകിയിട്ടില്ല. പകരം കോൺഗ്രസ് പാർട്ടി ലെവലിൽ, അതായത് പാർട്ടി തലത്തിലായിരിക്കാം അങ്ങനൊരു പരാതി കൊടുത്തിരിക്കുന്നത് ആകാമെന്ന് ചന്ദ്രമോഹൻ സമ്മതിക്കുകയും ചെയ്യുന്നു. ചന്ദ്രമോഹന് പോലും കോൺഗ്രസ് പ്രവർത്തകർ
പേരിൽ ഈ ചന്ദ്രമോഹൻ്റെ പേരിൽ 10 പരാതിയാണ് പഞ്ചായത്തിൽ ലഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അങ്ങനെയെങ്കിൽ ഒരാളുടെ പേരിൽ തന്നെ 10 വ്യാജ പരാതികൾ ഒപ്പിട്ട് നൽകുന്നു. ഇത് പ്രദേശത്തെ കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിലാണെന്നുള്ളതാണ് CPM ആരോപിക്കുന്നതും അവരുടെ അന്വേഷണത്തിൽ ബോധ്യപ്പെടുന്നതും അങ്ങനെ തന്നെയാണ്. എന്തായാലും ഗൗരവമുള്ള സംഭവമാണ്. ആ സ്ഥലത്ത് താമസിക്കുന്നത് നമ്മളത് ഇന്നലെ ഇത് ഏതെങ്കിലും പാർട്ടിയുടെ ആക്ഷേപമോ അല്ലെങ്കിൽ അഭിനയിക്കുന്ന ആരോപണമല്ല. ആ സംഭവ സ്ഥലത്ത് പോയി DYFI നേതാവ്, അതുപോലെ ഈ ഓട്ടോ ഡ്രൈവറായിരിക്കുന്ന രാധാകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ മാതാവ് തുടങ്ങിയ ആളുകൾക്കെല്ലാം അവിടെ സ്ഥിരമായി താമസിക്കും. DYFIയുടെ യുവ നേതാവ് 3 ദിവസം മുമ്പേ ഇവിടെ പഞ്ചായത്ത് തലത്തിലെ കാൽനട പ്രചരണ ജാഥയിലൊക്കെ ഉൾപ്പെടെ പങ്കെടുത്തതാണ്. അങ്ങനെ സജീവമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ഓട്ടോ തൊഴിലാളി തുടങ്ങിയ ആളുകളാണ് സ്ഥിരതാമസക്കാരല്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കോൺഗ്രസ് നേതാക്കൾ പരാതി കൊടുത്തിരിക്കുന്നത്. അതിൽ നമ്മൾ കണ്ടെത്തിയത് ചന്ദ്രമോഹൻ്റെ കാര്യമാണ്. ചന്ദ്രമോഹൻ കോൺഗ്രസ് നേതാവാണ്, അതുകൊണ്ടാണ് ചന്ദ്രമോഹനെ വിളിക്കുന്നത്. ചന്ദ്രമോഹൻ പറയുന്നത് വിശ്വാസത്തിലെടുത്താൽ ചന്ദ്രമോഹൻ അല്ല പരാതി കൊടുത്തിരിക്കുന്നത്, പകരം പാർട്ടി ലെവലിൽ കോൺഗ്രസ് തലത്തിൽ, കോൺഗ്രസ് നേതൃതലത്തിലാണ് പരാതി കൊടുത്തിരിക്കുന്നത്. അത്തരം വ്യാജ പരാതികൾ ഗൗരവമുള്ള കാര്യമാണ്. കാരണം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ജനവിധി അട്ടിമറിക്കാൻ വേണ്ടി വോട്ടർ പട്ടികയിലെ അർഹരായ സമ്മതിദായകരെ വെട്ടിമാറ്റാനുള്ള ശ്രമം കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ 1 വോട്ടിന് 2 വോട്ടിനൊക്കെയാണ് പലപ്പോഴും വിജയം നിശ്ചയിക്കുന്നത്. അത്തരമൊരു ഘട്ടത്തിലാണ് ഇത്തരമൊരു ആക്ഷേപം ഉയർന്നു വരുന്നതെന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വിനീഷ. ശരി, ഏതായാലും അതിൽ ഇനി നടപടിയെടുക്കാനുള്ള ഒരു സമയമുണ്ടോ സുജു? കാരണം ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ വന്നു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ക്രമക്കേടുകൾ പരിശോധിക്കാനുള്ള ഒരു സമയം ഇനിയുണ്ടോ? ഇതിലിപ്പോൾ ഹിയറിങ്ങിന് ഹാജരായി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ വോട്ട്, ഈ രാധാകൃഷ്ണ വോട്ട് തിരികെ ലഭിക്കും, അല്ലെങ്കിൽ നഷ്ടമാകില്ല. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് പരിശോധിച്ച അവിടുത്തെ ലോക്കൽ കമ്മിറ്റി CPMൻ്റെ സെക്രട്ടറി ഉൾപ്പെടെ പറഞ്ഞ 130ഓളം ആളുകളിൽ പല ആളുകളും ഈ താൽക്കാലികമായിട്ടൊക്കെ എറണാകുളത്ത് പഠിക്കാൻ പോയ വിദ്യാർത്ഥികളുണ്ട്. അതുപോലെ പത്തനംതിട്ട പോലെ അല്ലെങ്കിൽ തിരുവല്ല പോലെ സ്ഥലങ്ങളിലൊക്കെ ജോലിക്ക് പോകുന്ന, സ്ഥിരം വന്നു പോകുന്ന ആളുകളുണ്ട്. പലരും സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളൊക്കെയാണ്. പക്ഷേ ഇത്തരം ഒരു നോട്ടീസ് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല എങ്കിൽ അവരുടെ വോട്ട് നഷ്ടപ്പെടും. 2 നോട്ടീസ് കിട്ടിയാൽ പോലും ഒരു പക്ഷേ ഈ ഹാജരാകാൻ പറയുന്ന ദിവസം അവർക്ക് ഹാജരാകാൻ സാധിച്ചില്ലെങ്കിലും അവരുടെ വിലപ്പെട്ട സമ്മതിദായ അവകാശമാണ് നഷ്ടമാണ്. നമ്മൾ ആലോചിക്കണം, എല്ലാ ആളുകളും ഒരു പക്ഷേ ഇത്തരമൊരു നോട്ടീസ് ലഭിച്ച് കൃത്യസമയത്ത് തന്നെ ഹാജരായി തങ്ങളുടെ വോട്ടവകാശം ഉറപ്പിക്കണമെന്നില്ല. അത് അവരുടെ ഉത്തരവാദിത്വ ബോധത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതല്ല. നമുക്കറിയാം, സ്വകാര്യ മേഖലയിലൊക്കെ ജോലി ചെയ്യുമ്പോൾ പലപ്പോഴും കൃത്യമായ അവധി ലഭിക്കണമെന്നില്ല. മാത്രമല്ല, പഠിക്കാനായി എറണാകുളത്ത് ഉൾപ്പെടെ പോയിട്ടുള്ള വിദ്യാർത്ഥികൾ, നമുക്കറിയാം ഇന്റേണൽ പരീക്ഷകളുണ്ട്, സെമസ്റ്റർ എക്സാമിനേഷനുണ്ട്, ഓണപരീക്ഷ സ്കൂൾ വിദ്യാർത്ഥികൾക്കാണല്ല, ഈ അത്തരത്തിലെ പരീക്ഷകളുള്ള വിദ്യാർത്ഥികളുണ്ട്. അത്തരം ആളുകൾക്കൊക്കെ ഒരു പക്ഷേ കൃത്യമായി എത്തി ഹാജരായി അവരുടെ നിരപരാധിത്വം തെളിയിക്കാൻ, അല്ലെങ്കിൽ അവരുടെ സ്ഥലത്തെ സ്ഥിരതാമസക്കാരനാണ് തെളിയിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അവരുടെ വോട്ടും നീക്കപ്പെടാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ CPIM തന്നെ കൃത്യമായി ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകുന്നുണ്ട്. അതുകൊണ്ട് ഒരു പക്ഷേ തണ്ണിത്തോട് പഞ്ചായത്തിൽ വോട്ട് സംരക്ഷിക്കപ്പെടുമായിരിക്കാം. വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇത്തരം ഒരു നീക്കം ഒരു ഗ്രാമപഞ്ചായത്തിൽ ഒതുങ്ങി നിൽക്കുന്നതാണോ എന്നാണ് പരിശോധിക്കേണ്ടത്. ഇതിന് സമാനമായ രീതി എരുവിവരൂർ ഒരു വോട്ട് പഞ്ചായത്ത് പത്തനംതിട്ട തന്നെ ഇതുപോലെ ആൾ മരിച്ചുപോയെന്ന് ചൂണ്ടിക്കാട്ടൊരു പരാതി ഉണ്ടായിരുന്നു. എന്നാൽ തെറ്റിദ്ധാരണ അടിസ്ഥാനത്തിലാണ് അത്തരം ഒരു പരാതി കൊടുത്തെന്ന് കോൺഗ്രസ് പ്രവർത്തകൻ പറഞ്ഞ അടിസ്ഥാനത്തിലാണ് അത് അത്തരം ഒരു കാര്യം വാർത്തയാകാഞ്ഞതും പരാതിയാകാഞ്ഞതും. എന്നാൽ ഒറ്റപ്പെട്ട സംഭവമാകാൻ സാധ്യതയില്ലെന്നാണ് ഈ 2 സംഭവങ്ങളും സൂചിപ്പിക്കുന്നത് വിനീഷ.